മലയാള സിനിമ പുതിയ ഉയരങ്ങൾ താണ്ടിയ വർഷമായിരുന്നു 2024. ഒരേ സമയം വാണിജ്യപരവും കലാമൂല്യവുമുള്ള ഒരുപിടി ചിത്രങ്ങളാണ് ഈ വർഷം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചിത്രം 200 കോടി ക്ലബിൽ കയറിയെന്ന നേട്ടത്തിനും 2024 സാക്ഷിയായി. വൻ താരങ്ങളല്ല, നല്ല കഥയും മേക്കിങ്ങുമാണ് സിനിമയുടെ പ്രധാന ഘടകങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്ന വർഷം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ താരപരിവേഷം ഊട്ടിയുറപ്പിക്കുന്ന മാസ് മസാല ചേരുവകളെ മലയാളി പൂർണ്ണമായി കൈവിട്ടിട്ടില്ല എന്നുകൂടി 2024 തെളിയിക്കുന്നുണ്ട്. ഈ വർഷം മാത്രം 12ഓളം സിനിമകളാണ് 50 കോടി ക്ലബിൽ ഇടം നേടിയത്. അതിൽ തന്നെ 5 സിനിമകൾ 100 കോടി ക്ലബിൽ ഉൾപ്പെട്ടവയാണ്. അതിലൊന്ന് 200 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടതാണ് 2024 കൗതുകം. സൂപ്പർ താരങ്ങളില്ലാതെ 200 കോടി കളക്ഷൻ നേടിയെന്നതാണ് മഞ്ഞുമൽ ബോയ്സിനെ ശ്രദ്ധേയമാക്കുന്നത്. സൗബിൻ ഷാഹിർ, ഗണപതി, ശ്രീനാഥ് ബാസി, ദീപക് പർമോൽ എന്നീ താരങ്ങളെ അണിനിരത്തിയ ചിദംബരം അണിയിച്ചൊരുക്കിയ മഞ്ഞുമൽ ബോയ്സ് 242 കോടിയാണ് നേടിയത്. 2024 എന്നല്ല, മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറുകയും ചെയ്തു. പൃഥ്വിരാജിന്റെ മികച്ച പ്രകടനവുമായി എത്തിയ ബ്ലസ്സി ഒരുക്കിയ ആടുജീവിതമാണ് 2ാം സ്ഥാനത്ത്. 160 കോടി രൂപയാണ് ആടുജീവിതം സ്വന്തമാക്കിയത്. വാണിജ്യ സാധ്യതകളേക്കാൾ കലാമൂല്യമേറെയുള്ള സിനിമയെ ബോക്സ് ഓഫീസ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഫഹദ് ഫാസിൽ മാസ് മസാല വേഷത്തിൽ തകർത്താടിയ ആവേശമാണ് 3ാം സ്ഥാനത്തെത്തിയത്. ആവേശം 154 കോടി രൂപയാണ് നേടിയത്. അതിൽ കൂടുതൽ മലയാള സിനിമയിലെ പുത്തൻ താരോദയങ്ങളായ നെസ്ലിൻ, അതുപോലെ തന്നെ മമിത ബൈജു എന്നിവർ നായകനും നായികയുമായി എത്തിയ പ്രേമലു 136 കോടി രൂപ നേടി 4ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 5ാം സ്ഥാനത്തുള്ളത് ടൊവിനോയുടെ ബിഗ് ബൈറ്റ് ചിത്രം അജയന്റെ 2ാം മോഷണമാണ്. 106 കോടി രൂപയാണ് അജയന്റെ 2ാം മോഷണത്തിന്റെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ 5 സിനിമകൾ മാത്രം 789 കോടി രൂപയാണ് മലയാള സിനിമയ്ക്ക് നേടിത്തന്നത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ ഗുരുവായൂർ അമ്പലം നടയിൽ 80 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. വെറും 15 കോടിയിൽ ഒരുക്കിയ ചിത്രമാണ് 6 ഇരട്ടിയിലധികം കളക്ഷൻ നേടിയത്. മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഭ്രമയുഗം 85 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ, നിവിൻ പോളി, അജു വർഗീസ് എന്നിവരെ അണിനിരത്തി വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്ക് ശേഷവും 50 കോടിയിൽ അധികം കളക്ട് ചെയ്ത മറ്റൊരു സിനിമ കൂടിയാണ്. മികച്ച തിരക്കഥയും അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഒരു സിനിമയുടെ വിജയത്തിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കിഷ്കിന്ധാകാന്ഡം എന്ന ചെറിയ സിനിമയുടെ വലിയ വിജയം. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ചിത്രം 75 കോടിയാണ് കളക്ട് ചെയ്തത്. അതുപോലെ തന്നെ മമ്മൂട്ടി മാസ് പരിവേഷത്തിലെത്തിയ ടർബോയും 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമയാണ്. 70 കോടി മുതൽ 242 കോടി വരെ കളക്ഷൻ ലഭിച്ച 10 സിനിമകളാണ് ഇത്തവണ നമുക്കുണ്ടായിരിക്കുന്നത്. ടൊവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും 50 കോടി ക്ലബിൽ പതുക്കെ കയറിയ ഒരു ചിത്രമാണ്. അതുപോലെ നെസ്രിയ, ബേസിൽ ജോസഫ് ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനി ഇതുവരെ 50 കോടിയോളം കളക്ട് ചെയ്തിരിക്കുകയാണ്. 50 കോടി ക്ലബിൽ എത്തിയില്ലെങ്കിലും 40 കോടി പിന്നിടുവാൻ ജയറാമിന്റെ എബ്രഹാം ഓസ്ലറിന് സാധിക്കുകയും ചെയ്തു. നവാഗതർക്ക് പ്രാമുഖ്യം നൽകിയ വാഴ 40 കോടിയിലധികമാണ് കളക്ട് ചെയ്തത്. വെറും 4 കോടി രൂപയിൽ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ മുടക്കുമുതൽ വന്ന ഈ സിനിമ 40 കോടിയിലധികം കളക്ട് ചെയ്തു എന്ന് അറിയുമ്പോഴാണ് ചെറിയ സിനിമയുടെ വലിയ വിജയങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും 2024 മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യമായി മലയാള സിനിമ 200 കോടി എന്ന മാന്ത്രിക സംഖ്യ കടന്നിരിക്കുന്നു. മാത്രമല്ല, എല്ലാ വർഷവും നമുക്കറിയാം, കണക്കുകൾ എടുക്കുമ്പോൾ നഷ്ടത്തിലേക്ക് പോകുന്ന മലയാള സിനിമ 2024 സുവർണ ലിപികളിൽ എഴുതപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രയധികം സിനിമകളാണ് ഈ വർഷം വലിയ രീതിയിൽ കളക്ട് ചെയ്തത്. മാത്രമല്ല, ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മലയാള സിനിമ മാറുന്ന കാഴ്ചയും നമ്മൾ 2024 കണ്ടു. ഇനി എങ്ങനെയായിരിക്കും 2025 മലയാള സിനിമ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.